ജൂൺ 1 മുതൽ സ്കൂൾ തുറക്കുമല്ലേ. 1 നമുക്ക് ലഞ്ചും കാര്യങ്ങളൊന്നും കൊടുത്തു വിടേണ്ടി വരില്ല. പക്ഷേ 2 ചൊവ്വാഴ്ച മുതൽ എന്തായാലും നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എല്ലാം കൊടുത്തു വിടേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായിട്ട് കുറച്ച് ടിപ്സും കുറച്ച് ട്രിക്സും ഒക്കെ പറഞ്ഞു തരട്ടെ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല കാര്യങ്ങളും നമ്മുടെ കയ്യെത്തും ദൂരത്തല്ലാതാവുമ്പോഴാണ് നമുക്ക് രാവിലെ ദേഷ്യം വരിക. ആ തിരക്കൊന്നും കുറയാനും പിന്നെ കുഞ്ഞു മക്കളുള്ളവർക്കൊക്കെ രാവിലത്തെ ആ തിരക്കിൽ നിന്നൊരു രക്ഷ കിട്ടാൻ എനിക്കൊരു ചെറിയ കുഞ്ഞു മോളുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ആ ഒരു ദിവസം, അതായത് ഒരു സ്കൂൾ ഡേ, എൻ്റെ മക്കളുടെ രാവിലത്തെ ആ ഒരു തിരക്ക് ഞാൻ മാനേജ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അടുത്തേക്കും കൂടി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ നമുക്ക് പയർ ഐറ്റംസ് ഒക്കെ ഇല്ലേ, കടല, ചെറുപയർ, അതേപോലെ ഗ്രീൻ പീസ്, നമ്മുടെ വെള്ളക്കടല, പിന്നെ വൻപയർ, ഇതിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളൊരു കണക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന്. ചിലപ്പോൾ ഇത് മാറുമായിരിക്കാം. ഇപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ വെക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഇങ്ങനെ പയർ ഐറ്റംസ് നമ്മൾ എടുക്കില്ല. അപ്പം നമ്മൾ രാത്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാ പയർ ഐറ്റംസും കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനതൊന്ന് കഴുകിയ ശേഷം കുക്കറിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും മാത്രം ഇട്ട് വേവിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരോടൊന്ന് പറയുകയാണ്, നമുക്കിവിടെ 3 കുട്ടികളുണ്ട്. ഒരാൾ വളരെ ചെറുതാണ്, 5 മാസം മാത്രമേ ഉള്ളൂ. ആ ആളെ വെച്ചിട്ട് വേണം എൻ്റെ മൂത്ത മോള് 7ാം ക്ലാസ്സിലും, 6 വരുന്നത് 7ാം ക്ലാസ്സിലും, ഇളയ 2ാമത്തെ ആൾ 1ാം ക്ലാസ്സിലേക്കുമാണ്. അപ്പോൾ അവർക്ക് രാവിലെ ഈ ചെറിയ ആളെയും കയ്യിൽ വെച്ചുകൊണ്ട് എനിക്ക് ഇതൊക്കെ കഴുകിയും പിടിച്ചും ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ചെയ്ത് വെക്കണം എന്നല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം. അപ്പം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഐറ്റംസിൻ്റെ കൂടെ പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വേവിച്ച ശേഷം ഞാൻ നന്നായിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ച ശേഷം എടുത്ത് വെക്കുകയാണ്. പിന്നെ എനിക്കിവിടെ ഒരു തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പരിപ്പ് ഒരൊറ്റ പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചത്. അതൊരു 2 തവണത്തുള്ള കറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാമ്പാർ വേവിക്കാനോ എടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിൻ്റെ 2 പാത്രത്തിലാക്കാണ്ട് ഒറ്റ പാത്രത്തിലാണ് വെച്ചത്. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് പാത്രം 2 അധികം എടുത്ത ശേഷം വെച്ച് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പം ഞാൻ ഇതെല്ലാം തണുത്ത ശേഷം പാത്രത്തിലും സിപ്ലോക്ക് കവറിലൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. എൻ്റെ ആവശ്യാനുസരണം ഞാൻ എടുത്ത് ഉപയോഗിക്കും. ഈ പരിപ്പ് എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി പിന്നെ ഒരു കറിക്കുള്ളതല്ലേ ഉള്ളൂ, അത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കും. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് നേരത്തെ ചിരകി ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഇതുപോലെ വേണമെങ്കിൽ കൊച്ചു കണ്ടെയ്നറിലാക്കി വെക്കാം. പക്ഷെ നമ്മുടെ ഫ്രിഡ്ജ് അങ്ങ് നിറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ പാത്രത്തിലാണ്. പിന്നെ തേങ്ങ വിട്ട് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ കത്തിയും കൊണ്ട് നമുക്ക് ആവശ്യമുള്ള അത്ര അങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് എടുത്താൽ മാത്രം മതി. അതേപോലെ തന്നെ നമുക്ക് മെഴുക്ക് പുരട്ടിക്കോ തോരനോ പച്ചക്കറി എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടണം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഒരാഴ്ചത്തെ ഒരു മീൽ പ്ലാനിങ്ങും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാനിപ്പോൾ ക്യാബേജ്, അതുപോലെ ബീട്രൂട്ട് പച്ചടിക്കുള്ളത്, മെഴുക്ക് പുരട്ടിക്കുള്ളത്, കോവയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ കോവയ്ക്ക നമ്മൾ മെഴുക്ക് പുരട്ടിക്ക്, അല്ലെങ്കിൽ ക്യാരറ്റ് തോരൻ മെഴുക്ക് പുരട്ടി, ഒരു രീതിയിൽ ഞാൻ എൻ്റെ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് തൈര്. പുളിയില്ലാത്ത തൈര്. പുളിയുള്ള തൈര് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ തൊണ്ടയടപ്പും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് മൂത്ത ആൾക്ക്. പക്ഷെ അപ്പം ഞാൻ നമ്മുടെ തന്നെ കുട്ടിക്ക് അപ്പോൾ ഞാൻ അതുകൊണ്ട് അധികം പുളി അങ്ങ് ആകാത്ത രീതിയിലാണ് ഒരുവിധം ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ തൈരിൻ്റെ ഒരു പാകം ഇല്ലേടാ, ആ പാകം എത്തുമ്പോഴത്തേനും തൈരെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ടല്ല ഞാൻ ഇപ്പോൾ തൈര് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എടുക്കുകയാണ്. പാല് നന്നായിട്ട് തിളച്ച് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് പുറത്ത് പോകാത്ത രീതിയിൽ തിളപ്പിച്ച ശേഷം ഒന്ന് തണുപ്പിക്കുക. ഭയങ്കരമായിട്ട് തണുപ്പിക്കാനല്ല, ഒന്ന് ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു ചൂടെന്നുള്ള രീതിയിൽ വരുമ്പോൾ അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് തൈര് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തൈരിൻ്റെ ഫ്ലേവർ കൂടാനാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, തൈരുണ്ടാക്കുന്നതിൽ നമ്മൾ ഒരു തണ്ട് വേപ്പില അതിലേക്ക് കഴുകി വെള്ളം കുടഞ്ഞ് കളഞ്ഞിട്ടിടുക. അതേപോലെ ഒരു പച്ചമുളക് നമ്മളിങ്ങനെ അല്ലിയൊന്നും പുറത്ത് വരാണ്ട് നടുവേ പയ്യെ ഒന്ന് കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രാവിലെ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് വൈകുന്നേരം അല്ലെങ്കിൽ
വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേനും നമുക്കിത് സെറ്റായി കിട്ടും. രാത്രി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന നല്ല വെണ്ണ പോലത്തെ തൈരില്ലേ, ഇതാ കണ്ടോ, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. വലിയ പുളിയോ കാര്യങ്ങളോ ഒന്നും ഈ ടൈമിൽ ഉണ്ടാവില്ല. കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ സാലഡൊക്കെ ചെയ്യുമ്പോൾ അതിന് മിക്സ് ചെയ്യാനായിട്ടൊരു എന്താ പറയുക, ഒരു കോട്ടിങ്ങൊക്കെ കൊടുക്കാൻ, ഒരു ഇതാക്കി കൊടുക്കാനായിട്ടൊക്കെ, വെറുതെ കഴിക്കാനും അവർക്ക് ഇച്ചിരി സംഭാരം കുടിക്കാനും അല്ലെങ്കിൽ സംഭാരം മോരിങ്ങനെ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് നമ്മൾ കൊടുത്തു വിടില്ലേ, അങ്ങനെയൊക്കെ കൊടുത്തു വിടാനും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് അച്ചാർ ഉണ്ടാക്കുകയാണ്. അച്ചാർ പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല, ഞാനിവിടെ മുളകും അതേപോലെ മാങ്ങയും കൂടി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ മുളകിൻ്റെ എരിവൊക്കെ കുറേയൊക്കെ പോയി. ഞാൻ ആ ഉപ്പിലിട്ട വെള്ളം കുറേ അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ അച്ചാറിന് ഭയങ്കര ഉപ്പായി പോവും. അപ്പോഴത്തെ നമ്മൾ എണ്ണയിൽ കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, വറ്റൽമുളക്, വേപ്പില, അതേപോലെ നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി, കായം, വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും തന്നെ ചേർത്തിട്ടില്ല. അതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മുടെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ്, ഉപ്പുവെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുള്ള ആ മുളകും ആ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പുവെള്ളത്തിൽ കിടന്നുകൊണ്ടാന്ന് തോന്നുന്നു ആ മുളകിൻ്റെ കുറേ എരിവൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. അത്രയും ദിവസം ഉപ്പിൽ കിടന്നത് കൊണ്ട് കൂടുതൽ എക്സ്ട്രാ ഉപ്പൊന്നും ഞാൻ അങ്ങനെ അധികം ഇട്ട് കൊടുത്തില്ല. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കത് സ്കൂളിലേക്ക് ഒന്ന് സൈഡായിട്ട് ഇത്തിരി കൊടുത്തു വിടാൻ നമുക്ക് സൗകര്യമായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ പച്ചക്കറി ഒക്കെ വെക്കുമ്പോഴാണെങ്കിലും നോൺ വെജ് വെക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യമാണ് വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, ചെറിയുള്ളി, മറ്റേ നമ്മുടെ സാധാരണ സവാള. അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമുള്ളതാണ്. നമ്മൾ ആ നേരത്തെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈം പോകുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ പൊളിച്ചെടുക്കുക എന്നുള്ളൊരിതിലാണ്. ഒന്നുകിൽ നമ്മളിതെല്ലാം ഇങ്ങനെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി ഒരു ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മുടെ ഉള്ളിക്കൊട്ടയിൽ പൂത്തൊലഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് അരിഞ്ഞ് ചീക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് നമ്മൾ ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നല്ല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണെങ്കിൽ ഉൾക്കൊള്ളാം കേട്ടോ. പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ എല്ലാവരുടെ ഉള്ളിക്കൊട്ടയിൽ ഉള്ളിയൊക്കെ ചെയ്യും, ചെറിയ രീതിയിൽ പൂപ്പൽ പിടിക്കും. നമുക്കത് വെയിലത്തൊന്നും കൊണ്ടുപോയി ഉണക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ല രീതിയിൽ നമുക്കത് ഉപകാരപ്പെടുന്നതാണ്. നമുക്കത് അതേപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മുട്ട മേടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ 6 ഞാനൊരു 10-25 മേടിച്ച് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഒരു ദിവസത്തെ കറിക്കൊക്കെ വേണ്ടി നമുക്ക് ഞാൻ ഇവിടെ ഉണക്ക ചെമ്മീൻ കിള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെമ്മീൻ കിള്ളാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുന്ന പരിപാടിയാണ് പ്രത്യേകിച്ചും. അപ്പോൾ ഞാൻ അതുകൊണ്ട് നേരത്തെ തന്നെ വേഗം അതൊക്കെ കിള്ളി വെച്ചിട്ടുണ്ട്. കുറച്ച് പപ്പടം മേടിച്ച് വയ്ക്കുക, അതേപോലെ ഉണക്ക മീൻ മേടിച്ച് വയ്ക്കുക. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന നേരം വേഗം ഒന്ന് കഴുകി നന്നായിട്ട് വെള്ളം വാർന്ന് വെച്ചിട്ട് നമ്മളിത് വറുത്തൊക്കെ എടുത്ത് കൊടുക്കുക. അത് ചെമ്മീനാണെങ്കിലും മീനാണെങ്കിലും. പപ്പടവും അതുപോലെ തന്നെ നമ്മൾ 2 പാക്കറ്റൊക്കെ മേടിച്ച് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് രാവിലെ ഇത്തിരി ചോറ് തിന്നിട്ട് പോകുന്ന മക്കളൊക്കെ ആണെങ്കിൽ ആ കറിയുടെ സൈഡിൽ കൂടി ഒരു പപ്പടവും വെച്ച് കൊടുത്തിട്ട് അവർക്ക് സൗകര്യമാകുമല്ലോ. അതേപോലെ തന്നെ നമ്മളിതാ കുറച്ച് വറ്റൽമുളക് ഇതേപോലെ ഞെട്ട് കളഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞോ വെക്കുകയാണെങ്കിൽ നമുക്ക് താളിക്കുന്ന സമയത്ത് എടുത്തങ്ങ് ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് കത്രിക തപ്പാൻ പോകണം, ഇങ്ങനെ ഞെട്ടൊടിക്കാൻ നിൽക്കണം. അപ്പോൾ കടുകിട്ടതും ഉള്ളി ഇട്ടതൊക്കെ അങ്ങോട്ട് കരിയും താളിക്കാൻ വെച്ചതിൽ. അപ്പോൾ അതിലേക്കാളൊക്കെ നല്ലത് നമ്മളിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചടപടി എന്ന് പറഞ്ഞെടുത്ത് അങ്ങോട്ട് താളിക്കാൻ വയ്ക്കാം. പിന്നെ വേറൊരു കാര്യം, വളരെ ചെറുതാണെന്ന് തോന്നും, എന്നാൽ എനിക്കിത് ഇച്ചിരി വലുതായിട്ടാണ് എനിക്കെൻ്റെ ലൈഫിൽ തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്യൂരിഫയർ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടോ. പിന്നെ വെള്ളം തിളപ്പിക്കാണ്ട് വയ്യ. പ്യൂരിഫയർ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, അതിൽ നിന്ന് എടുത്താൽ മതി. അപ്പം ഞാൻ വെള്ളം തലേ ദിവസം തന്നെ തിളപ്പിച്ച് വെക്കുകയാണ്. തലേ ദിവസം തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെക്കുമ്പോൾ രാവിലെ ഇപ്പോൾ കുടിക്കാൻ കൊച്ചുങ്ങൾക്ക് കൊണ്ടുപോകാൻ വെള്ളം ഇല്ല എന്നാണെങ്കിൽ നമ്മൾ രാവിലെ വെള്ളം തിളപ്പിച്ച് അത് പിന്നെ ഫാനിൻ്റെ അടിയിൽ കൊണ്ട് വെച്ച് ആറ്റി നല്ല മെനക്കേടും നല്ല സമയം പോകും. നമുക്ക് ദേഷ്യം വരും രാവിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അതേപോലെ തന്നെ ചോറ് നമ്മൾ തലേ ദിവസം തിളപ്പിച്ച് തെർമൽ കുക്കർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ടിടുക. അപ്പോൾ നേരം വെളുക്കുമ്പോഴത്തേനും നമ്മൾ രാത്രി അങ്ങനെ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് ഇടുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോഴത്തേനും ആ ചോറ് ഒരു 1/4 വേവോളം ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒന്നും കൂടി ഒരു 10-15 മിനിറ്റ് ഗ്യാസ് കത്തിക്കുകയാണെങ്കിൽ നല്ല അസലായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചടപടയ തിരക്കൊക്കെ നമുക്ക് രാവിലത്തെ ഒരു ഭ്രാന്ത് പിടിച്ചിട്ടുള്ള തിരക്കൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ പുളിയൊക്കെ ഇടും. മീൻ കറിയിൽ വാളംപുളി പിഴിഞ്ഞ് വെക്കുന്നവരുണ്ട്. ഇതും
നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി പിഴിയുക, അതൊക്കെ നമുക്ക് തപ്പി പിടിച്ചെടുക്കുക എന്നൊക്കെയുള്ളത് നമുക്കൊരു ചില സമയത്ത് നമ്മുടെ കണ്ണെത്തുന്ന ഭാഗത്തും കൈയെത്തുന്ന ഭാഗത്തും ഒക്കെ ആയിരിക്കണം, നമ്മൾ മറന്നും പോകും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന ഒരു എളുപ്പ പരിപാടിയാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിലും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പുളി ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് ഉരവിയിട്ട് ആ പുളിവെള്ളം ഞാൻ ഫ്രീസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ ഞാനത് ഒന്നിച്ചാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇപ്പം ഞാൻ സെപ്പറേറ്റ് ആണ് ചെയ്യണത്. കാരണം ചില കറികളിൽ ഇഞ്ചി മാത്രം, ചില കറികളിൽ വെളുത്തുള്ളി മാത്രം, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് ഞാൻ എന്താ ഇങ്ങനെ നമ്മുടെ ഐസിൻ്റെ ട്രേയിൽ ആ മോൾഡിൽ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ട് നേരെ ഫ്രീസറിലേക്ക് വെക്കും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എല്ലാത്തിലും ഇതേപോലെ തന്നെ അരച്ചിട്ട് ക്യൂബ്സായിട്ട് ഇടാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി നമുക്കിപ്പോൾ ചതച്ചിടുന്നവരുണ്ട്, അരിഞ്ഞിടുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരിഞ്ഞ് അല്ലെങ്കിൽ ക്ലീനാക്കി അത് മാറ്റി വയ്ക്കുക. അരിഞ്ഞല്ല, ക്ലീനാക്കി മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ മേടിച്ചാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയാണെങ്കിലും ചീഞ്ഞും ചതഞ്ഞും ഒക്കെ മോശം വന്ന് കേട് വന്ന് പോകുന്നൊരു സാധനമാണ് മല്ലിയില, പുതിനയില. ഇതും ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത്, വളരെ കുറച്ച് വെള്ളം, ഓൾറെഡി ഈ ഇലയിലൊക്കെ ആവശ്യത്തിന് വെള്ളമുണ്ട്, എന്നാലും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി മാത്രമാണ് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച ശേഷം ഇതേപോലെയുള്ള ഐസ് മോൾഡ് അല്ലെങ്കിൽ ട്രെയിലാക്കിയിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതും യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പുതിനയിലയാണ് ആദ്യത്തെ അതിൽ വെച്ചത്. അതേപോലെ തന്നെ മല്ലിയില ഞാനിപ്പോൾ ഇതേപോലെ, മല്ലിയിലയൊക്കെ പെട്ടെന്ന് ചീത്തയാവും, നമ്മൾ വെള്ളത്തിൽ വെച്ചാൽ പോലെ അതിൻ്റെ കട ചീഞ്ഞു പോകും. പിന്നെ നമ്മൾ അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും, താഴത്ത് ഇച്ചിരി വെള്ളം. പക്ഷെ എന്നാൽ അതിൻ്റെ എത്ര നാളത് ഫ്രഷോടുകൂടി ഇരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ ഈ ചെയ്യുന്ന മെത്തേഡ് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ മല്ലിയില നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതേപോലെ നമ്മുടെ മോൾഡിലാക്കി ട്രെയിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഞാനതിൻ്റെ വെള്ളം പോലും കളയുന്നില്ല, ജസ്റ്റ് ഇച്ചിരി അങ്ങ് അതിലേക്ക് ഒഴിച്ചിട്ട് ഞാനത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്ന് തോന്നുമെങ്കിലും രാവിലെ നമ്മളുടെ എന്തോരം സമയം നമുക്ക് കിട്ടുമെന്ന്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മൾ കറികളൊക്കെ വെച്ചിട്ട് മല്ലിയില കഴുകാനും അരിയാനും ഒക്കെ നിൽക്കണ്ടേ, ജസ്റ്റ് ഒരു പീസ് എടുത്ത് അതിലേക്ക് ആ കറിയിലേക്ക്, ഒരു ഇറച്ചിക്കറി ആണെങ്കിലും ഒരു ചിക്കൻ കറി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മസാലക്കറി ആണെങ്കിൽ പോലും നമ്മൾ ഈ ജസ്റ്റ് ഒരു പീസ് എടുത്ത് അതിലേക്ക് ഇട്ടാൽ മതി. ഇപ്പം നമ്മൾ ഒരു സാധാരണ ഒരു എന്താ പറയുക കറി വെക്കുമ്പോൾ നമുക്ക് പച്ചമുളക് എടുക്കണം, അരിയണം, ഇഞ്ചി എടുക്കണം, അരിയണം, വെളുത്തുള്ളി എടുക്കണം, അരിയണം, ഇതിനൊന്നും നിൽക്കണ്ട. നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതേപോലെ നമുക്ക് ചടപടയെന്ന് പറഞ്ഞ് ഇതിൽ നമുക്ക് എടുത്ത് ഇട്ടാൽ മതി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ മല്ലിച്ചീരയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി അരച്ചിടുകയാണെങ്കിൽ ആ ഗ്രേവിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതായത് കുറേ പച്ചമുളകല്ല, ഒരു കുറച്ച് പച്ചമുളക് മല്ലിച്ചീരയിൽ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ഞാൻ അത് പലപ്പോഴും ചെയ്തപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇതേപോലെ ഫ്രീസാക്കി വെച്ചതാണ്, ജസ്റ്റ് ഒരു പീസ് എടുക്കുക, നമ്മൾ ആ മൊരിയിക്കാൻ വെച്ചതിലേക്ക് ഇടുക. ഇതും ചെയ്യാൻ മടിയാണ് എന്നുള്ളവർക്ക് ഏറ്റവും അവസാനം ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പുളിയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ, ഇങ്ങനെ പിഴിഞ്ഞ് വെക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പുളിയൊക്കെ ഉരുളകളായിട്ട് നമുക്ക് എടുത്ത് വെക്കാം. കുഞ്ഞു ഉരുളകളായിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമയം കുറച്ചും കൂടി ലാഭിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പുതിനയില, മല്ലിയില, അതേപോലെ നമ്മുടെ പുളി, ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുളി വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ സാധാരണ പുളി ഇങ്ങനെ പിഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അരിച്ചിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ കൈ കൊണ്ട് അരിച്ചതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ മാറ്റിയിട്ടാണ് ആ പുളി എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാം. ഈ ദോശ ഇഡ്ഡലി ബാറ്ററൊക്കെ കുറച്ചധികം ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഭയങ്കര സൗകര്യമായിരിക്കും. ഈ ദോശ കൊണ്ട് നമുക്കിപ്പോൾ ഒരാഴ്ചത്തെ കാര്യമൊന്നും ഇതൊന്ന് ഓർത്ത് നോക്കാം. മൺഡേപ്പം ഇഡ്ഡലി ആണെങ്കിൽ പിന്നെ ട്യൂസ്ഡേ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ വെള്ളയപ്പം നമ്മളുണ്ടാക്കുന്ന അതേ മാവിൽ തന്നെ നമുക്ക് വട്ടയപ്പം വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പുട്ടോ ഇടിയപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ആ ദിവസങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ വെള്ളയപ്പത്തിൻ്റെ മാവ് തന്നെ വെച്ചിട്ട് നമുക്ക് മധുരം ഒന്നും ഇടാണ്ട് നമുക്ക് ഇങ്ങനെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ആ ഇഡ്ഡലിയുടെ ഷേപ്പിൽ. അതൊക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് ബീഫ് കറി, ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സെറ്റാക്കിയെടുക്കാം. വെള്ളയപ്പം മാവ് നമ്മളൊരു ഇച്ചിരി മധുരം ചേർക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മാവ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു തിരക്കിന് നമുക്ക് കുറേയൊക്കെ ഒഴിഞ്ഞു കിട്ടും. ആ ഒരു തിരക്ക് നമുക്ക് ഒഴിവാക്കാൻ
ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതേപോലെ നമ്മുടെ കറിക്കിടുന്ന എന്തായാലും നമ്മൾ കറിക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കുമല്ലോ. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ എല്ലാ കറികളിലും ഇടാറില്ല. അപ്പോൾ ഞാൻ ഈ 3 കാര്യങ്ങൾ, അതായത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി എണ്ണയിൽ വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മൾ എന്തായാലും ഇടും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട്, ഇതാണ് നമ്മുടെ ഏത് കറിക്ക് എടുക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രേവി ഇതാണ്. പിന്നെ ഇതിൻ്റെ മീതെയാണ് ഇപ്പോൾ ചിക്കൻ കറിക്കാണെങ്കിൽ കുറച്ചും കൂടി ഗരം മസാല ഇടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ വേറെ എന്തെങ്കിലും മല്ലിപ്പൊടി ഇടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബേസിക് ഗ്രേവി തയ്യാറാക്കിയ ശേഷം ഒരു പാത്രത്തിൽ വെക്കുക. എനിക്കിപ്പോൾ ഇവിടെ പറ്റിയ മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഭയങ്കര വീതി, എന്താ പറയുക, ഇങ്ങനെ തട്ടമുള്ള പാത്രമാണ് എടുത്തത്. കുറച്ച് വ്യാസമുള്ള പാത്രമാണ് ഞാൻ എടുത്തത്, വീതിയുള്ള പാത്രം. അപ്പോൾ അതങ്ങ് പരത്തി ഞാനങ്ങ് വെച്ചപ്പോഴത്തേനും കട്ട് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു ഇതിൽ വന്നില്ല. അതുമല്ല, ഞാൻ ഫ്രീസ് ആവുന്നതിന് മുന്നേ തന്നെ സാധനം എടുത്ത് എൻ്റെ ധൃതിക്ക് ഞാൻ കട്ട് ചെയ്തു പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത്ര വീതിയുള്ള പാത്രം, വലിയ പാത്രം എടുക്കാണ്ട് ചെറിയൊരു ചോറ്റുപാത്രത്തിൻ്റെയൊക്കെ ഒരു വട്ടമുള്ള പാത്രം എടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ട് ഇരുന്നോളും. ഇത് കണ്ടില്ലേ, എനിക്ക് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ഇതേപോലെ ആവാതിരിക്കട്ടെ. ഞാനിപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഐസ് ട്രേയിൽ അല്ലെങ്കിൽ ഐസ് മോൾഡിൽ നമ്മൾ ആക്കി വെക്കുന്നുണ്ട്. അതിലിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് നല്ല ഫ്രീസായിട്ട് സാധനം കിട്ടും. അപ്പോൾ അത് ഞാൻ പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ, മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോഴാണെങ്കിലും അതിൽ നിന്ന് ജസ്റ്റ് ഒരു പീസ് പച്ചക്കറി വെന്തതിലേക്ക് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പുകളൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതും പറയാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ നമ്മുടെ കുട്ടിമക്കളുടെ സ്കൂളൊക്കെ തുറക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് പറയാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.